ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം കട്ടിൽ കെട്ടിയിട്ടിട്ട് കോമ്പസോടും കുറെ ക്രീമും അവന്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ പിടിച്ചും മർദ്ദിക്കുന്നൊരു എന്താ പറയുക റാഗിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ തലമുറ എന്താ ഇങ്ങനെയായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നോക്കിയാൽ അക്രമമാണ്. ഇവരൊക്കെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഇവരൊക്കെയാണ് നാളെ പഠിച്ച് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ലിനിക്കിലോ കയറി ക്ഷമയും എന്താ പറയുക സഹാനുഭൂതിയൊക്കെ കാണിക്കേണ്ട ആൾക്കാരാണ് ഇത് ചെയ്തു കൂട്ടുന്നതെന്ന് ആലോചിക്കണം. ഇവരൊക്കെ നാളെ വളർന്ന് വലുതായി ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവരൊക്കെ ഈ മെന്റാലിറ്റി ആണെങ്കിൽ അവരെന്തൊക്കെ ഈ രോഗികളോട് കാണിക്കും? ഇത്രയും കഷ്ടപ്പെട്ട് രോഗം വന്ന് ചികിത്സിക്കാൻ വന്ന രോഗികളോട് ഇവര് ഇങ്ങനെയാണ് മനോഭാവമാണ്, സഹപാഠിയോട് ഇങ്ങനെ ഒരു മനോഭാവമുള്ള ഒരാൾക്കാർ എങ്ങനെയാണ് നല്ലൊരു നഴ്സാകാൻ പറ്റും? നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലാഖമാർ അല്ലെ? നല്ല പേഷ്യന്റും എന്താ പറയുക നല്ല ക്ഷമയും സഹാനുഭൂതിയും എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വേണ്ട ഒരു ജോബാണ് നഴ്സിംഗ്. അങ്ങനെ നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ഈ എന്താ പറയുക ഈ കാലത്തിന് ഈ പോക്ക് എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇതൊക്കെ നമുക്ക് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ പഠിപ്പിക്കുന്ന കാര്യമല്ല. നമ്മള് വീട്ടില് നമ്മളെ രക്ഷിതാക്കള് നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മള് എങ്ങനെയാണ് സഹപാഠിയോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ കാണേണ്ടത്. ഓക്കെ, റാഗിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ് കയ്യും കാലം ബന്ധിച്ച് കോമ്പസോടൊക്കെ വട്ടാൻ വരക്ക. എന്തൊരവസ്ഥ, എന്തൊരു ക്രൂരതയാണിത്. ഇവരൊക്കെ നാളെ ഈ സമൂഹത്തിൽ വളർന്നു വലുതായിട്ട് എന്ത് സംഭാവനയാണ് ചെയ്യാൻ പോകുന്നത്? ഇവരൊക്കെ വലിയ ക്രിമിനൽസ് ആയിട്ട് മാറില്ലേ? നമ്മുടെ നിയമം റാഗിനെതിരെ നിയമം ഉണ്ടെങ്കിലും അത് കർശനമായിട്ട് ഉപയോഗിക്കാത്തതിന്റെ ഫലമല്ലേ ഈ കാണുന്നത്. ഇത്തരത്തിലെ ആൾക്കാർക്കുള്ള നല്ല നടപടി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മാതൃകപരമായ നടപടി എടുത്ത് കാണിച്ചു കൊടുക്കണം. പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു കുട്ടിയെ ചെയ്യുന്ന ചെയ്യലാണോ ഇത്? മാതാപിതാക്കള് ഇത് ആദ്യം മാതാപിതാക്കള് അവരെ വീട്ടിൽ നിന്ന് തുടങ്ങണം ഇതിനുള്ള പരിപാടി. കാരണം അവരെ മക്കളെ ഒരു കോളേജിലോ പുതിയൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ PGയിലേക്കോ ഏത് കോഴ്സിലേക്കാണ് അയക്കുന്നത് അവരെ വിളിച്ചിരുത്തി സംസാരിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ്, ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരോട് ഇങ്ങനെ പെരുമാറണം. ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലാണ്ട് ഇതൊന്നും നേരാവാൻ പോകുന്നില്ല. ഇതിന്ന് എന്താ പറയാ മയക്കുമരുന്നും MDMAയും എന്താ പറയാ കഞ്ചാവും കള്ളും പറ്റ വലിച്ചു കയറ്റിയിട്ട് ഒരു പരിസര ബോധവും ഇല്ലാണ്ട് ഒരു സഹജീവികളോട് ഒരു എന്താ പറയാ സഹാനുഭൂതി ഇല്ലാണ്ട് പെരുമാറുന്ന ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് ഈ പോക്ക്?